അജ്ഞാതർ പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ വധിച്ചു. അജ്ഞാതർ കാനഡയിൽ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനം നടത്തിവന്ന സിഖ് നേതാവിനെ വെടിവെച്ചു കൊന്നു എന്നിങ്ങനെയുള്ള വാർത്തകൾ ഈയിടെ നാം വളരെയധികം കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ശത്രുക്കൾ ലോകവ്യാപകമായി കൊല്ലപ്പെടുകയാണ്. കാനഡയിൽ വെച്ചും UK-യിൽ വെച്ചും കറാച്ചിയിൽ വെച്ചും ലാഹോറിൽ വെച്ചും POK-യിൽ വെച്ചുമൊക്കെ ഇങ്ങനെ ഇന്ത്യയുടെ ശത്രുക്കളൊക്കെ അജ്ഞാതരാൽ വെടിയേറ്റ് കാലപുരിക്കയക്കപ്പെടുന്ന കാലമാണിത്. ഇന്നുവരെ ഒരു അജ്ഞാതനെയും പിടികൂടപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇതിന്റെ തന്ത്രപരമായ ഒരു നീക്കം. കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് ഇതിനു പിന്നിലെന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെ ഇന്ത്യ ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇന്ത്യക്ക് ഇന്ന് ഇസ്രായേലിന്റെ മൊസാദിനോട് കിടപിടിക്കുന്ന വലിയൊരു ചാരശൃംഖലയുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. ദ ടെലഗ്രാഫും ടൈംസ് ഓഫ് ഇന്ത്യയും അടക്കമുള്ള മാധ്യമങ്ങൾ പലതവണ ഇതേക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ അജ്ഞാത രക്ഷകർ പാകിസ്ഥാനെ പോലുള്ള ശത്രു രാജ്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കാർക്കും അറിയില്ല. സത്യം ചിലപ്പോൾ കെട്ടുകഥയേക്കാൾ ഭീകരമായിരിക്കാം. ഇതൊന്നും ഇന്ത്യയാണ് ചെയ്തതെന്ന് പറയുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനികളും രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ഇന്ത്യ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയുടെ മുതിർന്ന കമാൻഡറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ലഷ്കർ കമാൻഡർ ഖാരി സയ്യിദ് അബ്ദുൾ അസീസ് ആണ് കൊല്ലപ്പെട്ടത്. ഇസ്ലാമാബാദിലെ കൂബ പള്ളിക്ക് മുന്നിൽ കുഴഞ്ഞു വീണാണ് ഇദ്ദേഹം മരിച്ചത്. പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നതിന് തൊട്ടു മുമ്പ് ഇദ്ദേഹം ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഭക്ഷണത്തിന് ശേഷം പള്ളിയുടെ കവാടത്തിൽ എത്തിയ ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇയാളുടെ മരണകാരണം സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ജമ്മുകാശ്മീരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായവും മറ്റ് ആനുകൂല്യങ്ങളും എത്തിച്ചു നൽകുന്ന ലഷ്കറിന്റെ പ്രധാന വിഭാഗത്തിന്റെ ചുമതലക്കാരനായിരുന്നു ഖാരി സയ്യിദ്. 2005-ൽ അൽ ഖ്വയ്ദ താലിബാൻ ബന്ധങ്ങളെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിയ സംഘടനയാണ് ലഷ്കർ എ തോയ്ബ. അതേസമയം പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തങ്ങളുടെ സംഘടനയിലെ 30ഓളം അംഗങ്ങളെ അജ്ഞാതരായ ആളുകൾ വധിച്ചതായി മുതിർന്ന ലഷ്കർ ഭീകരർ പരസ്യമായി വെളിപ്പെടുത്തി ദിവസങ്ങൾക്കുള്ളിലാണ് മുതിർന്ന കമാൻഡറുടെ ഈ ദുരൂഹ മരണം. ലഷ്കർ ഭീകരനായ റിസ്വാൻ ഹനീഫ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു ഇത്തരം കൊലപാതകങ്ങൾ പരസ്യമായി സമ്മതിച്ചത്. ആദ്യമായിട്ടാണ് ഒരു ലഷ്കർ ഭീകരൻ തങ്ങളുടെ ആളുകൾ ഇത്തരത്തിൽ തുടർച്ചയായി വധിക്കപ്പെടുന്നുണ്ടെന്ന കാര്യം പരസ്യമായി വ്യക്തമാക്കുന്നത്. 2008-ൽ 166 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയുടെ നിരവധി പ്രമുഖ അംഗങ്ങളാണ് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടത്. പെഷാവർ, കറാച്ചി, റാവൽപിണ്ടി, റാവലക്കോട്ട്, മുസഫറാബാദ് തുടങ്ങിയ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും വിവിധ പ്രദേശങ്ങളിൽ വെച്ച് അജ്ഞാതരുടെ ആക്രമണങ്ങളിൽ 30-ലധികം ഭീകരർ വധിക്കപ്പെട്ടതായാണ് റിസ്വാൻ ഹനീഫ് അവകാശപ്പെട്ടിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ മുൻനിര കമാൻഡർ കൂടി സമാനമായ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ലഷ്കർ കേന്ദ്രങ്ങളിൽ വലിയ പരിഭ്രാന്തി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇന്ത്യ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. തങ്ങൾ ഇത് ചെയ്തുവെന്ന് ഇന്ത്യ ഒരിക്കലും പറയില്ല. പക്ഷേ ഇന്ത്യയുടെ ശത്രുക്കൾ തന്നെയാണ് മരിച്ചു വീഴുന്നത്. സൈക്കിളിലെത്തി ഇത്തരത്തിൽ ഭീകരരെ കൊന്നു, അല്ലെങ്കിൽ സ്ഫോടനം നടത്തി കൊന്നു. വലിയ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ ഭീകരരെ എല്ലാം തീർത്തിരിക്കുക. പെട്ടെന്ന് തന്നെ ആ അജ്ഞാതൻ അവിടെ നിന്ന് മറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ആർക്കും, അല്ലെങ്കിൽ ഇവരെ ആർക്കും പിടിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും കൊടുക്കാതെയാണ് ഈ അജ്ഞാതരുടെ വിളയാട്ടം പാകിസ്ഥാനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.